എല്ലാവരും പരസ്പരം വിശേഷമൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ഇരുന്നു. ശ്രീകുട്ടിയാണെങ്കിൽ ഇവിടെ ഇളയ മകളായതുകൊണ്ട് എല്ലാവർക്കും അല്പം ലാളന അവളോട് കൂടുതലായിരുന്നു. കണ്ണൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുകയാണ്. കണ്ണൻ്റെ മടിയിൽ രാജിയുടെ കുഞ്ഞുമുണ്ട്. പെൺമക്കൾ രണ്ടുപേരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നു എന്നറിഞ്ഞപ്പോൾ രാജനും ശോഭയ്ക്കുമൊക്കെ സന്തോഷമായിരുന്നു. രാജിയുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കല്ലുവും ശ്രീകുട്ടിയും കൂടി ഇരിക്കുകയാണ്. ഒപ്പം ശ്രീകുട്ടിയുടെ വീട്ടിൽ വിശേഷമൊക്കെ ചോദിച്ചറിയുകയാണ് കല്ലു. അവിടുത്തെ അമ്മയ്ക്കൊക്കെ അവളെ വലിയ കാര്യമാണെന്നും സുനീഷ് വളരെ സ്നേഹമുള്ള ആളാണെന്നുമൊക്കെ അവൾ പറഞ്ഞു. അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു കല്ലു. ശോഭയും രാജിയും കൂടെ ചോറും കറികളുമൊക്കെ എടുത്ത് മേശമേൽ നിർത്തി. ആണുങ്ങളെല്ലാവരും കൂടി ആദ്യം ഇരുന്നത്. നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ 4 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ളവർ ഇരുന്നത്. അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മുടെ നാവിൽ നിന്നും പോകില്ല. അല്ലേടി ശ്രീകുട്ടി? രാജി അതും പറഞ്ഞിട്ട് അല്പം മീനിൻ്റെ ചാറെടുത്ത ചുണ്ടുവിരൽ കൊണ്ട് തൊട്ടെടുത്ത് നാവിലേക്ക് വെച്ചു. സത്യമാണ് ചേച്ചി, ഞാൻ എപ്പോഴും ഓർക്കും. അവൾ ചിരിച്ചണ്ട് അമ്മയെ നോക്കി. ഇടയ്ക്ക് കല്ലുവിനോടും ഓരോ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് രാജി. അവളൊക്കെ കേട്ടുകൊണ്ട് തല കുലുക്കുന്നുണ്ട്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ പൈസ ഇല്ലാത്ത കാരണം ലോൺ അടയ്ക്കാത്ത കാര്യം ശോഭ പെൺകുട്ടികളോട് പറയുന്നത്. ഷോ അമ്മേ, എന്താ എന്നിട്ട് ഇതുവരെ ഈ കാര്യം പറയാതിരുന്നത്? രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു. നിങ്ങളോട് ഈ കാര്യമൊന്നും പറയേണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് കരുതി അമ്മ മിണ്ടാതിരുന്നതല്ലേ. ഷോ പാവേട്ടൻ. ശ്രീകുട്ടിക്ക് സങ്കടമായിരുന്നു. അപ്പം രാജിക്കും. ഏട്ടൻ ഓട്ടോ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും. അപ്പോഴൊക്കെ ഏട്ടൻ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ശ്രീകുട്ടി എല്ലാവരോടുമായി പറഞ്ഞു. ആ സാരില്ല മക്കളെ, നിങ്ങളെ എന്തിനാ ഇതൊക്കെ അറിയിക്കുന്നത് എന്ന് കരുതിയാണ്. പോട്ടെ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശോഭയാണെങ്കിൽ പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയി കഴുകാനായിട്ടു. അപ്പോഴേക്കും രാജി വന്ന് അവയെല്ലാം കഴുകാൻ തുടങ്ങി. ശ്രീകുട്ടിയാണെങ്കിൽ കണ്ണനെയും വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് പോയി. ഏട്ടാ, എന്നാടി മോളെ, ഇതാ ഇത് കൊണ്ടുപോയി പണയം വെക്ക്. എന്നിട്ട് ആ ലോൺ കുടിശ്ശിക തീർക്കാൻ നോക്ക്. അവൾ കയ്യിൽ കിടന്ന ഒരു വളയൂരി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ലോൺ കുടിശ്ശിക്കോ? ഇതാരാ നിന്നോട് പറഞ്ഞത്? ഏട്ടൻ എന്നോട് വിളിക്കണ്ട, എല്ലാം അമ്മ പറഞ്ഞു കേട്ടോ. എടി, അതൊക്കെ ഞാൻ ഇന്നലെ അടച്ചു. നീ വള കയ്യിലിടാൻ നോക്ക്. അതവൻ നിർബന്ധിച്ച് അനുജത്തി ഏൽപ്പിച്ചു. ഏട്ടാ, എനിക്കറിയാം ഏട്ടൻ എന്നോട് ഇപ്പോൾ പറയുന്നതൊക്കെ വെറുതെയാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ആ പൈസ അടയ്ക്കാൻ നോക്ക്. അവൾ വീണ്ടും അവൻ്റെ കയ്യിലേക്ക് വള കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണനത് മേടിച്ചില്ല. ശ്രീകുട്ടി, അന്യ കുടുംബത്തിൽ കെട്ടിച്ചയച്ചിട്ട് ഒരുപാടായിട്ട് പോലുമില്ല. ആ സുനീഷെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ നമുക്ക് നാണക്കേടാണ് കേട്ടോ. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക് പെണ്ണേ. അവൻ തിക്കും പോക്കും നോക്കി അവളോട് മെല്ലെ പറഞ്ഞു. ഏട്ടാ, സുനീഷ് ചേട്ടൻ പാവാണ്. ഇതൊന്നും ഏട്ടൻ ആരോടും പറയുക പോലുമില്ല, ഉറപ്പ്. നീ അങ്ങോട്ട് ചെല്ലാൻ നോക്കിക്കേ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് കണ്ണൻ ഉമ്മറത്തേക്ക് പോയി. നീ ഇതെവിടെയായിരുന്നു? അമ്മയാണ്. അടുക്കളയിലേക്ക് കയറി ചെന്നതായിരുന്നു അവള്. കല്ലുവും രാജിയും കൂടി ഇരുന്ന് പഴുത്ത വരിക ചക്കയുടെ ചുള അടർത്തി മാറ്റി പ്ലേറ്റിലേക്ക് ഇടുകയാണ്. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ശ്രീകുട്ടിയെ? അത് പിന്നെ അമ്മേ, ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയതാ. എന്തിന്? ഒന്ന് സംസാരിക്കാനായിരുന്നു. അവൾ പറഞ്ഞതും കല്ലുവും രാജിയും മുഖം ഉയർത്തി അവളെ നോക്കി. ഞാൻ ഈ വള എന്നാൽ പണയം വെച്ചിട്ട് പൈസ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കാൻ പറയാനായിരുന്നു അമ്മേ. പക്ഷേ ഏട്ടനാണെങ്കിൽ സമ്മതിക്കില്ല. എന്നോട് പറഞ്ഞത് കുടിശ്ശിക തീർത്തുവെന്നാണ്. അവിടെ കിടന്നിരുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് അമർന്നിരുന്നുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. ഇതപ്പോൾ നന്നായേ. കല്ലുമ്പോൾ എത്ര തവണ ഈ കുട്ടിയുടെ വളയെടുത്ത് കൊടുത്തെന്നറിയോ? അവൻ പക്ഷേ മേടിക്കില്ല, പണയമിട്ട് വെക്കുകയില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും അമ്മേ? രാജി ചോദിച്ചു. ഞാൻ ആ കുടുംബശ്രീയിൽ 20,000 രൂപ വായ്പ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത് 5,800 രൂപ അടയ്ക്കാനുണ്ട്. അതെങ്ങനെയെങ്കിലും അടച്ചിട്ട് 20,000 രൂപ ലോൺ എടുക്കാനാണ്. അത് കൊടുത്ത് അവനെയും കൊണ്ട് അടപ്പിക്കാം. ശോഭ പ്രതീക്ഷയുടെ മക്കളെ 3 പേരെയും നോക്കി. അമ്മേ, അതൊന്നും വേണ്ടതേ. കണ്ണേട്ടൻ എന്തെങ്കിലും വഴി കാണും. ഇപ്പം ആരും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കല്ലു അമ്മയുടെ തോളിൽ തട്ടി. എന്ത് വഴിയാണ് മോളെ? എനിക്ക് സത്യം പറഞ്ഞ പേടിയാ. അവനെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ഇതെല്ലാം? അച്ഛനും വയ്യാണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ചുമലിലേക്ക് ഈ ഭാരമെല്ലാം വെക്കില്ലായിരുന്നു. അതും പറഞ്ഞ് ശോഭ കരഞ്ഞു പോയിരുന്നു. അമ്മേ, രാജി അമ്മയുടെ തോളിൽ കൈവച്ചു. അവൻ്റെ ചില നേരത്തെ വിഷമവും ഇരുപ്പും കാണുമ്പോൾ ചങ്ക് പൊട്ടും മോളെ എനിക്ക്. ആരോടൊന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കും അവൻ. അമ്മ ഓരോന്നും പറഞ്ഞ് വിഷമിക്കാതെ. ദേ കല്ലുവിന് സങ്കടമായി. രാജി അമ്മയെ സമാധാനിപ്പിച്ചു. ശ്രീകുട്ടിയാണെങ്കിൽ വീണ്ടും അവളുടെ വള ഊരി അമ്മയെ ഏൽപ്പിച്ചു. അമ്മേ, ഇത് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. എന്നിട്ട് കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ചെയ്തോ? വേണ്ട ശ്രീകുട്ടി, പൈസയ്ക്ക് അത്രമേൽ ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാന്നേ. ഇതിപ്പോൾ കയ്യിലേക്കിട്. സ്നേഹപൂർവ്വം കല്ലു അവളോട് പറഞ്ഞു. അത്രയും നേരം ചിരിച്ച് കളിച്ചിരുന്നതാണ് എല്ലാവരും. അമ്മ ഇത് പറഞ്ഞതോടെ അവരാകെ മൗനമായി പോയിരുന്നു. 4 മണിക്ക് ചായയും കുടിച്ചിട്ടാണ് ശ്രീകുട്ടിയും രാജിയുമൊക്കെ പോകാനിറങ്ങിയത്.
ചെറിയ മഴക്കോളുള്ളത് കൊണ്ട് കണ്ണൻ പിന്നീടന്ന് വണ്ടിയോട്ടത്തിനായി പോയില്ലായിരുന്നു. സഹോദരിമാർ രണ്ടാളും പോയി കഴിഞ്ഞ് കണ്ണൻ അമ്മയുമായിട്ട് ചെറുതായി വഴക്കുണ്ടാക്കി. കല്ലു അപ്പോൾ കുളിക്കാൻ കയറിയതായിരുന്നു. അവന് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന കാര്യം രണ്ടാളോടും പറഞ്ഞതിനായിരുന്നു കണ്ണൻ്റെ ദേഷ്യം. ഷോഫയൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. വായിൽ വന്നതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ വന്ന് ദേഷ്യപ്പെട്ടപ്പോഴാണ് അവൻ ശമിച്ചത്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം കാലത്ത് തന്നെ കല്ലുവും കണ്ണനും കൂടെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 10 മണിക്ക് മുന്നേ ചെല്ലണം, ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് അവർ കാലത്ത് തന്നെ ഇറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ കല്ലുവിനും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അവൾക്ക് ഇത്തിരി വെയിറ്റൊക്കെ കൂടി വരുന്നുണ്ട്. ഛർദിയൊക്കെ കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ അവൾ കഴിക്കുന്നുണ്ടെന്ന് കണ്ണൻ ഡോക്ടറോട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച സ്കാൻ ചെയ്യാൻ വരാൻ അവർ കല്ലുവിനോട് പറഞ്ഞു. അയൺ ഗുളികയും കാൽസ്യ ഗുളികയും തുടർന്ന് കഴിക്കാൻ ഡോക്ടർ എഴുതിയത്. രണ്ടാളും കൂടി ഏകദേശം 12 മണിക്ക് മുന്നേ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. അടുത്തുള്ള ഹോട്ടലിൽ നിന്നും പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ത്രസിപ്പിക്കുന്ന ഗന്ധം വായുവിൽ കലർന്നിട്ടുണ്ട്. കല്ലുവിനാണെങ്കിൽ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒരു മോഹം. കണ്ണേട്ടാ, കാശുണ്ടോ ഏട്ടാ കയ്യിൽ? എന്തിനാ കല്ലോ? ഉണ്ടോന്ന് പറയൂ. 10,000-2000 രൂപയുണ്ട്. എന്നാടി? എനിക്കൊരു കൂട്ടം കഴിക്കാനൊരു പോതി. കാറിൻ്റെ അടുത്ത് നടന്നു വരുമ്പോൾ അവൾ ഈ കാര്യം കണ്ണനെ അറിയിച്ചത്. അതെന്താണാവോ? അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഒരു ബിരിയാണി. അത്രയുള്ളോ? നമുക്ക് ഈ തിരക്കിൽ നിന്ന് ഒന്ന് മാറി ഏതെങ്കിലും ഹോട്ടലിൽ കയറാൻ കല്ലുവേ. മതിയേട്ടാ. അപ്പോഴേക്കും കല്ലുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അമ്മയാണ്. അവൾ ഫോൺ എടുത്ത് അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. എങ്കിൽ വെച്ചേക്കാം മോളെ, എങ്ങനെയുണ്ടെന്ന് അറിയാനായിരുന്നു. അതും പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു. തിരക്കിൽ നിന്നും അല്പം മാറിയുള്ള സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിലാണ് കണ്ണൻ കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. രണ്ടാളും കൂടി അവിടെ കയറി. അവൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി കണ്ണൻ മേടിച്ചു കൊടുത്തു. അവനാണെങ്കിൽ 2 ചപ്പാത്തിയാണ് കഴിച്ചത്. അച്ഛനും അമ്മയ്ക്കും പൊറോട്ടയും ബീഫ് കറിയും പാഴ്സൽ വാങ്ങി. അവർക്ക് രണ്ടാൾക്കും അത് ഇഷ്ടമാണ്. 2 മണി കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി. ഷോഫയാണെങ്കിൽ മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന വറ്റൽമുളകെല്ലാം ചിക്കിയിടുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് കല്ലു ഇത്തിരി നേരം കയറി കിടന്നു. യാത്ര ചെയ്തു പോയതുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണം തോന്നി. ഇടയ്ക്ക് ശോഭ വന്ന് നോക്കിയപ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കല്ലുവിനെയാണ് കണ്ടത്. കണ്ണനാണെങ്കിൽ പുറത്തേക്ക് പോയിരുന്നു. അവർ തിരികെ തൻ്റെ മുറിയിലേക്ക് പോയി. കല്ലുമ്പോൾ എന്തിയേ? കിടന്നോടി? മയങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞെന്നാണ് കല്ലു എന്നോട് പറഞ്ഞത്. ചേട്ടൻ ഗുളിക കഴിച്ചതല്ലേ? കഴിച്ചു. തറയിലേക്ക് ഒരു തോർത്തെടുത്ത് പിരിച്ചിട്ട് ശോഭ അവിടെ കിടന്നു. നിനക്ക് ഈ കട്ടിൽ കയറി കിടക്കാൻ മേലെ വാദമുള്ളതല്ലേടി? ഭയങ്കര ചൂടല്ലേ? അതാണ്. ഈ തറയിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പാണ്. ശോഭയും അല്പസമയം കിടന്നുറങ്ങിപ്പോയി. ഫോൺ ശബ്ദിക്കുന്ന കേട്ടപ്പോഴാണ് ശോഭ കണ്ണു തുറന്നത്. ഭഗവാനെ, ഒരുപാട് നേരമായോ? അവർ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ബെല്ലടിച്ച് തീർന്നിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കല്ലുവിൻ്റെ അച്ചമ്മയാണ് വിളിക്കുന്നത്. ഉടനെ തന്നെ ശോഭ അവരെ തിരിച്ചു വിളിച്ചു. ഹലോ അച്ചമ്മേ, ഞാനൊന്ന് കിടന്ന് മയങ്ങിപ്പോയിരുന്നു. അതെയോ? കല്ലുമോളും കിടക്കുക? ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ. അച്ചമ്മയ്ക്ക് എന്തുണ്ട് വിശേഷം? അത് ശരി. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോയാൽ മതി. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അച്ചമ്മയോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം അവർ ഭർത്താവിനോടായി പറഞ്ഞു. കല്ലുമോളെ 7ാം മാസത്തിൽ കൊണ്ടുപോകുന്ന കാര്യം പറയാനാണ് അച്ചമ്മ വിളിച്ചത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടി? ഞാൻ പറഞ്ഞു, നമുക്ക് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലെന്ന്. അച്ചമ്മയ്ക്ക് പക്ഷെ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അച്ചമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഒരുപാട് ദിവസമൊന്നും അവിടെ നിർത്തണ്ട. എന്തെങ്കിലും പെട്ടെന്ന് ഒരു വയ്യാക്കി വന്നാൽ അച്ചമ്മ തനിച്ചല്ലേയുള്ളൂ. കല്ലുമോളിലെ അപ്പച്ചിയും ഭർത്താവും ഒക്കെ വരുമ്പോൾ വൈകുന്നേരം ആവില്ലേ? ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, ഒരാഴ്ച നിന്നിട്ട് മോളെ നമുക്കിങ്ങോട്ട് തിരികെ കൊണ്ടുപോരാം. നീ കണ്ണനോട് കൂടി ഒന്ന് സംസാരിക്കുക കേട്ടോ. അവൻ വരട്ടെ. കല്ല് വീഴുന്നിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ അച്ചമ്മ വിളിച്ച കാര്യം ശോഭ അവതരിപ്പിച്ചു. എന്നോട് ഈ കാര്യം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അമ്മേ. ഞാൻ അമ്മയോട് പറയാൻ മറന്നു പോയതാണ്. ആണോ? നല്ലൊരു ദിവസം നോക്കിയിട്ട് വിളിക്കാമെന്നാണ് അച്ചമ്മ പറഞ്ഞത്. അടുത്ത ആഴ്ച എനിക്ക് PSC എക്സാം ഉണ്ട്. അതിനുശേഷം പോകാം അല്ലേ അമ്മേ? അത് മതി മോളെ. അച്ചമ്മയുടെ ആ കാര്യം മോളൊന്ന് പറയണേ. കല്ലുവാണെങ്കിൽ ഉത്സാഹിച്ചിരുന്ന് പഠിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്നതാണ് അവളുടെ ഒരേ ഒരു ലക്ഷ്യം. എല്ലാ ദിവസവും കണ്ണൻ അവളോട് ചോദ്യങ്ങൾ ചോദിക്കും. അവന് നന്നായി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടു. ഇന്നാണ് കല്ലുവിൻ്റെ പരീക്ഷ. കാലത്ത് തന്നെ കണ്ണൻ കുളിച്ച അമ്പലത്തിൽ പോയി. കല്ലുവിൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. ആ പ്രസാദമൊക്കെ തൊടുവിച്ചാണ് അവൻ അവളെ എക്സാമിന് കൊണ്ടുപോയത്. അച്ഛനോടും അമ്മയോടും അച്ഛമ്മയോടും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അവൾ പരീക്ഷയ്ക്ക് കയറിയ സമയം മുതൽ അച്ഛമ്മ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ശോഭയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൾക്കൊരു ജോലി. കാരണം തൻ്റെ മകനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്ര കടമാണ് അവൻ്റെ മേലിലുള്ളത്.
കല്ലുവിനും കൂടി ഒരു ജോലി കിട്ടുവാണെങ്കിൽ അവനൊരു സഹായമാകുമല്ലോ എന്നവർ ഓർക്കും. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ അവൾക്ക് പരീക്ഷ വലിയ കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു കണ്ണേട്ടാ. ഉറപ്പായും ഞാൻ ലിസ്റ്റിൽ വരും. പുറത്ത് കാത്തുനിന്ന കണ്ണനെ കണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. നീ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഈശ്വരൻ അത് കാണാതിരിക്കില്ല. അവൻ അവളുടെ ചുമരിൽ തട്ടി. പരീക്ഷ നടന്ന സ്കൂളിലെ അടുത്തായി ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. ഉഴുന്നുവടയും പരിപ്പ് വടയും ബോണ്ടായും ഒക്കെ കണ്ടപ്പോൾ കല്ലുവിന് അതൊക്കെ കഴിക്കാനൊരു മോഹം. കണ്ണനോട് പറഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് രണ്ടാളും അവിടെ കയറി. കല്ലുവാണെങ്കിൽ ഓരോരോ വിശേഷങ്ങൾ അവനോട് വാ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സന്തോഷത്തിൻ്റെയൊക്കെ പരീക്ഷ നന്നായി എളുപ്പമായതുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അവൾ അച്ഛമ്മയും അമ്മയും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അത്യാഹ്ലാദത്തോടെയാണ് കല്ലു വീട്ടിലെത്തിയത്. ഷോഫയാണെങ്കിൽ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. അവൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ലിസ്റ്റിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല മോളെ. നീ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അതിന് ഫലം കാണും. ഷോഫയും മോളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് സമാധാനത്തോടെയാണ് അന്ന് കല്ലുവും കണ്ണനും ഉറങ്ങിയത്. ഇന്നാണ് കല്ലുവിനെ 7ാം മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൽ ചടങ്ങ്. അവിടുന്ന് അച്ഛമ്മയും ഉഷയും ഭർത്താവും അവരുടെ മൂത്ത മകളും പിന്നെ അടുത്ത വീട്ടിലെ ഒരാളുടെ വണ്ടി വിളിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരാളും എന്നാണ് അച്ഛമ്മ ഷോഫയോട് വിളിച്ച് പറഞ്ഞത്. 5 പേരാണ് വരുന്നത്. കല്ലും കുഞ്ഞും കൂടി 7 പേര് തിരികെ പോകുന്നത്. കല്യാണ സാരിയൊക്കെ ഉടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുല്ലപ്പൂവൊക്കെ ചൂടി നിൽക്കുകയാണ് കല്ലു. എന്നാലും മുഖത്ത് ഒട്ടും തെളിച്ചമില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം വരെയും കണ്ണനെ പിരിഞ്ഞ് ഒറ്റ ദിവസം പോലും അവൾ നിന്നിട്ടില്ല. ആദ്യമായിട്ടാണിങ്ങനെ. ആ ഒരു വിഷമം അവൾക്കുണ്ട്. പിന്നെ അച്ഛമ്മയുടെ അടുത്ത് പോയി ഒരാഴ്ച നിന്നിട്ട് വരാൻ പറഞ്ഞാണ് കണ്ണൻ അവളെ സമാധാനിപ്പിച്ചത്. ഇടയ്ക്ക് അവനും വന്നോളാമെന്നറിയിച്ചു. 11 മണിയായപ്പോൾ അവർ എല്ലാവരും എത്തിയിരുന്നു. ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അച്ഛമ്മ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയത്. ശ്രീകുട്ടിയാണെങ്കിൽ കാലത്തെ വന്നത്. രാജി തലേ ദിവസം എത്തിയിരുന്നു. എല്ലാവർക്കും കഴിക്കാനായി ഊണാണ് ഒരുക്കിയത്. പുളിശ്ശേരിയും മാങ്ങ അച്ചാറും മീൻ കുടംപുളി ഇട്ട് പറ്റിച്ചതും പോത്തിറച്ചി ഉലർത്തിയതും പാവയ്ക്ക കൊണ്ടാട്ടവും അങ്ങനെ പോകുന്ന വിഭവങ്ങൾ. സന്തോഷത്തോടെ അവരെല്ലാവരെയും സ്വീകരിച്ചെത്തി. ഷോഫയും പെൺകുട്ടികളും കണ്ണനുമൊക്കെ ചേർന്ന് അവർക്ക് ഊണും വിളമ്പിക്കൊടുത്തു. 12:30 ശേഷമായിരുന്നു പുറപ്പെടേണ്ട സമയം. ഇറങ്ങുന്ന സമയത്ത് കല്ലുവിന് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തോവി. കണ്ണൻ കളിയാക്കിയപ്പോൾ അവനെ നോക്കി അവൾ മുഖം വീർപ്പിച്ചു. അവൻ്റെ നെഞ്ചകവും വിങ്ങുകയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അച്ഛമ്മയുടെയും അപ്പച്ചിയുടെയും ഒക്കെ ഒപ്പം യാത്ര ഇറങ്ങി.